അയ്യോ! ഇതിപ്പോ നമ്മളെന്തോ മറച്ചു വെക്കുന്നത് പോലെയുണ്ട് മൊത്തത്തില്. അതായത് നമുക്കൊന്നും മറയ്ക്കാനില്ലെങ്കി നമുക്ക് ആ സത്യമുള്ള സത്യം അങ്ങട് പറഞ്ഞാ പോരെ. ആ പ്രശ്നം തീർന്നില്ലേ? ഒരു യുദ്ധം നടക്കുമ്പോ കുറച്ച് ആൾക്കാര് മരിക്കും, കുറച്ച് നഷ്ടങ്ങളൊക്കെ ഇണ്ടാവും. അതിനിപ്പോ എന്താണ്? അതങ്ങട് പുറത്ത് വിട്ടാ കഴിഞ്ഞില്ലേ? അതിന് ഇങ്ങനെ ഒരു ബാഡ് PR മൂവായി ഇന്ത്യൻ മിലിറ്ററിയുടെ PRന് കിട്ടിയ ഏറ്റവും വലിയൊരു അടി ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിലേ നമ്മളെക്കുറിച്ച് എല്ലാവരുടെയും ഒരു ചീത്തപ്പേരാണ്. ഇപ്പൊ ഇതും കൂടി ആയപ്പോൾ നമ്മളെന്തോ മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു സംഭവം ആയിട്ടുണ്ട് മൊത്തത്തിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഇതിൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും കിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് ചെയ്യാതെ അവിടെ വെച്ചത്. അനിൽ ചൗഹാൻ, നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് പുള്ളി. ഷാങ്ക്രീല ഡയലോഗ് സെക്യൂരിറ്റി ഫോറം എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂർ വെച്ചൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ അനിൽ ചൗഹാൻ ബ്ലൂംബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് ഇപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ്, ആരാണ് ഈ നെറേറ്റീവ്സ്, ഈ കുറേ ഫേക്ക് ന്യൂസും മറ്റേതൊക്കെ വരുമ്പോൾ നറേറ്റീവ്സ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അവരാണ് ശരിക്കും യുദ്ധം ജയിക്കുന്നത്. പാകിസ്ഥാൻകാർ ഈ ചൈനീസ് ബോട്ട്സും പാകിസ്ഥാൻ ബോട്ടൊക്കെ ഇറക്കി തള്ളി മറിക്കൽ നോണ അടിച്ച് ഇറക്കായിരുന്നു ആ ഒരു ദിവസങ്ങളിൽ മുഴുവൻ. അപ്പോഴും നമ്മൾ ഭയങ്കര മെച്ചോർഡായിട്ട് വന്ന് പ്രസ് മീറ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ മാപ്പിൽ ഇന്ന പോലെയൊക്കെ കാണിച്ച് ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് നമ്മൾ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് PR വർക്കൊക്കെ ബെസ്റ്റ് ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നീട് ഇതെന്തിനാ അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇവിടെ അനിൽ ചൗഹാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് ഫൈറ്റർ ജെറ്റ്സ് പാകിസ്ഥാൻകാർ അറ്റാക്ക് ചെയ്ത് നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻകാർ പറയുന്നത് 6 എണ്ണം, ഇന്ത്യയുടെ 6 ഫൈറ്റർ ജെറ്റ്സ്, റഫാൽ, മിഗൊക്കെ ഉൾപ്പെടെ 6 ഫൈറ്റർ ജെറ്റ്സിനെ പൊട്ടിച്ചു എന്നാണ് പാകിസ്ഥാൻകാർ പറയുന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ 6 എണ്ണം എന്നുള്ളത് നുണയാണ്, അതൊരു എക്സാജറേറ്റഡ് നമ്പറാണ്. പക്ഷെ നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ഫൈറ്റർ ജെറ്റ്സ് അവർ അറ്റാക്ക് ചെയ്ത് നമ്മുടെ നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കൺഫർമേഷനാണ് ബ്ലൂംബർഗിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. ഈ വേൾഡ് മീഡിയ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യക്ക് എതിരാണ്. ഇത് ഇന്ത്യക്കാരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഒരാൾ ഇന്ത്യയുടെ കൂടെ സപ്പോർട്ടിനോ അല്ലെങ്കിൽ ഇന്ത്യ ഇവർ സപ്പോർട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരാളും വന്നിട്ടുമില്ല. അങ്ങനെ ഒരു മീഡിയം ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ അവർക്കൊരു റീസൺ കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവർ ഇതിനെന്ത് ചെയ്യും? ഇന്ത്യക്കാർ കുറന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെറേറ്റീവ് ഇറക്കും. ഇപ്പം അവർ പറയുന്നത് കുറച്ച് ഫ്ലൈറ്റ് വീണില്ല ഇന്ത്യയുടെ, അതിൽ റഫാൽ എന്തായാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ന്യൂസ് റിപ്പോർട്ട് വരുന്നത്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല ഇൻ്റർവ്യൂവിൽ, അത് ആലോചിക്കണം. അനിൽ ചൗഹാൻ പറയുന്നത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ വേറൊരു ടാക്ടിക്സാണ് പിന്നീട് യൂസ് ചെയ്തത്. ആദ്യം കുറച്ച് അബദ്ധങ്ങൾ പറ്റി, അതിലാണ് ഈ ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ പൊട്ടി തകർന്നു പോയത് എന്നും പറയുന്നുണ്ട്. ഇതൊരു പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എന്താണ്? ഇതിപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് അവർക്ക് അതിന് തോന്നിയ പോലെ ആക്കാം. അവരതിനെ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആക്കി വിടും.